കാസർകോട്ടെ മോക്ക് പോളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചെന്ന ആരോപണം തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് മെഷീനിൽ തിരിമറിയോ ഹാക്കിങ്ങോ നടത്താനാകില്ലെന്നും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. മോക്ക് പോളിംഗിൽ പോൾ ചെയ്തതിനേക്കാളും വോട്ട് ബി.ജെ.പിക്ക് ലഭിച്ചെന്ന ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ബി.ജെ.പിക്ക് അധിക വോട്ട് ലഭിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഫയൽ ചെയ്യാമെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നടപ്പിലാക്കിയ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിലും തിരിമറിയെന്ന പരാതി അടിസ്ഥാനരഹിതമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം മോക്ക് പോളിന്റെ ആദ്യ 3 റൌണ്ടിലും ബി.ജെ.പിക്ക് പോൾ ചെയ്യാതെ വോട്ട് ലഭിച്ചെന്ന് യു.ഡി.എഫ് ഏജന്റ് നാസർ ആരോപിച്ചു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും 1 വോട്ട് വീതം ചെയ്തപ്പോൾ വിവിപാറ്റിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് അധികമായി 1 വോട്ട് കൂടി ലഭിച്ചുവെന്നും നാസർ. ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വീതം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. കാസർകോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി.ജെ.പിക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിന്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിന്റുമാണ് വന്നിട്ടുള്ളത്. ഇ.വി.എമ്മിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയ്ക്ക് ഉദാഹരണമായി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് കാസർഗോഡ് മോക്ക് പോളിംഗ് നടന്നപ്പോൾ ബി.ജെ.പിക്ക് അധിക വോട്ടുകൾ ലഭിച്ചെന്ന ആരോപണം ഉയർത്തിയത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ മനീന്ദർ സിംഗിനോട് വിഷയം പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.